ഹലോ, ഈ കഞ്ഞിവെള്ളം ഉപയോഗിച്ചിട്ട് നമുക്ക് മുഖം നല്ല നിറവും തിളക്കവും ആക്കിയെടുക്കാൻ വേണ്ടി പറ്റും. അതായത് കഞ്ഞിവെള്ളം ഉപയോഗിച്ചിട്ടുള്ളൊരു ഫേഷ്യലാണിത് കേട്ടോ. ഒരു 3 സ്റ്റെപ്പുള്ള ഫേഷ്യലാണ്. ആദ്യം തന്നെ നമുക്ക് വേണ്ടത് കഞ്ഞിയുടെ വെള്ളമാണ്. നമ്മൾ ഈ ചോറ് ഉണ്ടാക്കുന്ന സമയത്തുള്ള ആ ഒരു കഞ്ഞിവെള്ളം മാറ്റി വെക്കുക. അതിനുശേഷം അതൊരു ബൗളിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ എടുക്കുക. ഇത് ആദ്യത്തെ സ്റ്റെപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിലേക്ക് 1/2 ടീസ്പൂണോളം കോഫി പൗഡർ നിങ്ങൾക്ക് ഏത് കോഫി പൗഡർ വേണമെങ്കിലും എടുക്കുക. ബ്രൂ കോഫി ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ് കോഫി എന്ന് പറയുന്നത്. പിന്നെ വേണ്ടത് കടലമാവാണ്. കടലമാവ് ഒരു ടീസ്പൂണോളം കടലമാവും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് തേനാണ്. 1 ടീസ്പൂണോളം തേനും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതാണ് നമ്മുടെ ഫസ്റ്റ് പാക്ക് എന്ന് പറയുന്നത്. ഇത് നമ്മൾ സ്ക്രബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, മുഖം ഒന്ന് സ്ക്രബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ചെയ്യുന്നതിൻ്റെ മുന്നേ നിങ്ങൾ ഫേസെല്ലാം ഒന്ന് കഴുകി തുടച്ചെടുക്കുക. ഒന്ന് സോപ്പെല്ലാം മുഖം ഒന്ന് കഴുകി തുടച്ചെടുത്തതിന് ശേഷം ഈ ഒരു സ്ക്രബ് തയ്യാറാക്കിയെടുക്കുക. ഇത് റെഡിയാക്കി എടുത്തതിന് ശേഷം നമ്മൾ ഇത് മുഖത്തേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതിന് മുന്നേ ഞാൻ പറഞ്ഞ പോലെ ഒന്ന് മുഖമെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുക കേട്ടോ. ഇനി അങ്ങനെ സോപ്പിട്ടിട്ട് കഴുകുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കഞ്ഞിവെള്ളം കൊണ്ട് തന്നെ ഒന്ന് ക്ലെൻസ് ചെയ്തെടുത്തിട്ട് പിന്നെ തുടച്ചതിന് ശേഷം ഈ ഒരു പാക്ക് ഇട്ടാലും മതി. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ ഫേസിലേക്ക് 2 മിനിറ്റ് നന്നായിട്ട് തന്നെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കണം. സ്ക്രബ് ചെയ്യുന്ന സമയത്ത് മൂക്കിൻ്റെ സൈഡ് അതേപോലെ തന്നെ നമ്മുടെ താടിയുടെ ഭാഗത്തെല്ലാം കുറച്ച് നന്നായിട്ട് തന്നെ മസാജ് ചെയ്ത് കൊടുക്കുക. അവിടെയെല്ലാം ഒരുപാട് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും എല്ലാം ഉണ്ടാവും. അതെല്ലാം ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് മുന്നേ ജസ്റ്റ് ഒന്ന് സ്റ്റീം ചെയ്തെടുത്തിട്ടാണ് ഇതേപോലെ സ്ക്രബ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അതെല്ലാം റിമൂവ് ആയി കിട്ടാനും സഹായിക്കും. അപ്പോൾ 2 മിനിറ്റ് ഇതേപോലെ തന്നെ നന്നായിട്ടൊന്ന് മസാജ് ഉറപ്പായിട്ടും കൊടുക്കണം. നമ്മൾ ഈ ഫേഷ്യലെല്ലാം വീട്ടിൽ ചെയ്യുന്നേരം ഈ മസാജിങ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇത് 2 മിനിറ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് വെള്ളത്തിൽ കഴുകിക്കളയാം. അപ്പോൾ ഞാനിതൊന്ന് കഴുകി തുടച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് ഇവിടെ കഴിഞ്ഞ്. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പിന് വേണ്ടിയിട്ട് വീണ്ടും നമ്മൾ കഞ്ഞിവെള്ളം തന്നെ എടുക്കുക. ഒരു ടീസ്പൂണോളം കഞ്ഞിവെള്ളം എടുത്താൽ മതി. അതിലേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളാണ്. വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നിങ്ങളുടെ അടുത്ത് അലോവേര ജെല്ലുണ്ടെങ്കിൽ അലോവേര ജെല്ലും ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഗ്ലിസറിനാണ്. ഈ ഗ്ലിസറിന് പകരമാണ് ഞാൻ അലോവേര ജെല്ല് നിങ്ങളോട് പറഞ്ഞത്. വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ഉള്ളവർ എന്തായാലും ആഡ് ചെയ്ത് കൊടുക്കണം. ഗ്ലിസറിൻ ഇല്ലാത്തവർക്ക് അലോവേര ജെല്ല് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇതും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതൊരു മസാജിങ് ജെല്ലാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ആദ്യത്തെ സ്ക്രബിങ് ചെയ്തതിന് ശേഷം ഈ ഒരു ജെല്ല് ഉപയോഗിച്ചിട്ട് രണ്ടാമത്തെ സ്റ്റെപ്പായ ഈ ഒരു മസാജിങ് ജെല്ല് ഉപയോഗിച്ചിട്ട് മുഖത്ത് ഒന്ന് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. ഇത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ 2 മിനിറ്റ് ഇതും മസാജ് ചെയ്യണം. പിന്നെ നമ്മൾ മസാജ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, എപ്പോഴും നമ്മൾ സർക്കുലർ മോഷനിൽ മാത്രമേ മസാജ് ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെ 2 മിനിറ്റ് മസാജ് ചെയ്തെടുത്തതിന് ശേഷം ഇതൊന്നങ്ങ് തുടച്ച് കളയുക. നല്ല രീതിയിൽ തന്നെ തുടച്ച് കളയുക. തുടച്ചെടുക്കുന്ന സമയത്ത് നമ്മളെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സിൻ്റെ എല്ലാം ഭാഗത്ത് നന്നായിട്ടൊന്ന് അമർത്തി ഒന്ന് സോഫ്റ്റായിട്ടൊന്ന് അമർത്തിയിട്ട് എടുക്കുക കേട്ടോ. ഇനി നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പ് ഫേസ് പാക്കാണ്. അതിന് വേണ്ടത് കസ്തൂരി മഞ്ഞളാണ്. കസ്തൂരി മഞ്ഞൾ ഇല്ലെങ്കിൽ വീട്ടിൽ തന്നെ ഉണക്കി പൊടിച്ച മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂണോളം ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ കഞ്ഞിവെള്ളത്തിൻ്റെ ഒരു അളവ് എന്ന് പറയുന്നത് നമ്മുടെ ഫേസ് പാക്കിൻ്റെ കൺസിസ്റ്റൻസി കിട്ടുന്ന രൂപത്തിനുള്ള കഞ്ഞിവെള്ളം നിങ്ങൾക്ക് ആഡ് ചെയ്യുക. പിന്നെ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് മുൾട്ടാണി മിട്ടിയാണ്. മുൾട്ടാണി മിട്ടി നമ്മുടെ ഫേസിൽ നല്ല നിറം കൊണ്ടുവരാനും അതേപോലെ തന്നെ പാടുകൾ മാറാനും സഹായിക്കുന്ന നല്ലൊരു സാധനമാണ്. എല്ലാ ഓൺലൈൻ ഇത് അവൈലബിൾ ആണ്. അതേപോലെ തന്നെ നമുക്ക് ഈ അങ്ങാടിപ്പീടി ആയുർവേദിക് ഷോപ്പ് ഇവിടെയെല്ലാം ഇത് കിട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ ഫേസ് പാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ആ ഒരു ഫേസ് പാക്കിൻ്റെ കൺസിസ്റ്റൻസി റെഡിയാക്കി എടുക്കുക. മുൾട്ടാണി മിട്ടി കുറച്ചൊന്ന് ടൈറ്റായി വരും കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ കഞ്ഞിവെള്ളം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി അവസാനത്തെ സ്റ്റെപ്പായ ഇതും കൂടി നമ്മുടെ മുഖത്തേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇതും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 2 മിനിറ്റ് മസാജ് ചെയ്തിട്ട് വേണം മുഖത്തിൻ്റെ എല്ലാ ഭാഗത്തും തേച്ച് പിടിപ്പിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതിട്ടതിന് ശേഷം നമ്മൾ ഇത് ഡ്രൈ ആകുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്നെല്ലാം പറഞ്ഞാൽ ആ 2 മിനിറ്റ് മസാജ് ചെയ്തിട്ട് കഴുകിക്കളയേണ്ട മാത്രമാണ്. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ഒരു സ്റ്റെപ്പ് നമ്മളിത് ഡ്രൈ ആകുന്നത് വരെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഡ്രൈ ആയതിന് ശേഷം ഇതേപോലെ ജസ്റ്റ് സാധാരണ വെള്ളത്തിൽ കഴുകിക്കളഞ്ഞാൽ മതി. ആ ഒരു സമയത്ത് തന്നെ നിങ്ങളുടെ മുഖത്ത് നല്ലൊരു ഗ്ലോ വരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ ഒരു ഫേഷ്യൽ ആഴ്ചയിൽ 2 പ്രാവശ്യമായിട്ട് ചെയ്യാവുന്നതാണ്. മുഖത്ത് നല്ലൊരു റിസൾട്ട് കിട്ടുന്ന ഒരു ഫേഷ്യലാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരുപാട് വില കൊടുത്തിട്ട് നമ്മളെപ്പോൾ ബ്യൂട്ടി പാർലറിൽ പോയിട്ട് കെമിക്കൽ അടങ്ങിയ ക്രീംസ് എല്ലാം ഉപയോഗിച്ചിട്ട് ഫേഷ്യൽ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇങ്ങനെ വീട്ടിൽ തന്നെ ചെയ്യാമെന്നാണെങ്കിൽ അത്യാവശ്യം നല്ല നിറവും തിളക്കവും ആക്കിയെടുക്കാൻ നമുക്ക് വീട്ടിൽ തന്നെ പറ്റും. അപ്പോൾ
എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സമയമുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങളുടെ അടുത്ത് ഈ സാധനമെല്ലാം ഉണ്ടെങ്കിൽ ഒറ്റ പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കാണാൻ വേണ്ടി പറ്റും. ഞാൻ അപ്ലൈ ചെയ്ത കൈയും ചെയ്യാത്ത കൈയും തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. നമ്മുടെ ഫേസിൽ ഈ കയ്യിൽ കാണുന്നതിനേക്കാളും അടിപൊളി ഒരു ഗ്ലോ ഉണ്ടാവും ഒറ്റ യൂസ് തന്നെ. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്നുള്ള പാർട്ടി എന്തെങ്കിലും ഗസ്റ്റ് എല്ലാം വരുന്നെന്നുണ്ടെങ്കിൽ മുഖമെല്ലാം ഡള്ളായി കിടക്കുക എന്നുണ്ടെങ്കിൽ ഈ ഒരു ഫേഷ്യൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അതേപോലെ സ്ഥിരമായിട്ട് വെയിലെല്ലാം കൊള്ളുന്നവരാണെങ്കിൽ ആഴ്ചയിൽ 2 പ്രാവശ്യം ഇത് ചെയ്യാനാണെങ്കിൽ സൺ ടാൻ എല്ലാം മാറി മുഖം ഇപ്പോൾ നല്ല ഗ്ലോ ആയിട്ട് നിൽക്കാൻ തന്നെ സഹായിക്കുന്ന നല്ലൊരു ഫേഷ്യലാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. കാണാൻ ഇഷ്ടപ്പെടുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടണും കൂടിയും ക്ലിക്ക് ചെയ്യാനാണെങ്കിൽ ഞാൻ ഫ്യൂച്ചറിലിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.